വെൽക്കം ടു ഡയറക്ഷൻ ഇ ലേണിംഗ്. ജൂലൈ 2022 കേരള PSC നടത്തിയ 10ാം തരം പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 76/2022. അതിലെ കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, ഇന്ത്യൻ ലെവലിലടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്സും HMT ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡുമാണ് ചോദിച്ചിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? കോട്ടയം, കറക്റ്റ് ആണ്. HMT എന്ന് പറഞ്ഞാൽ എവിടെയാ? HMT മെഷീൻ ടൂൾസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കളമശ്ശേരിയാണ്, കൊച്ചിയിലാണ്, എറണാകുളത്താണ്, കറക്റ്റ് ആണ്. മൂന്നാമതായിട്ട് തന്നിട്ടുള്ളത് HOCL ആണ്, ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ്. HOCL എന്ന് പറയുന്നത് തിരുവനന്തപുരത്തല്ല, അതും എവിടെയാണ്? കൊച്ചിയിലാണ്, അമ്പലമുകളിലാണ്. അപ്പൊ ആദ്യം നിന്നുള്ള രണ്ട് പേര്, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്സും കറക്റ്റ് ആണ്, HMT ലിമിറ്റഡും കറക്റ്റ് ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഏത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യാം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്സസ് ഇൻ കോട്ടയം, HMT ലിമിറ്റഡ് കളമശ്ശേരി, എറണാകുളം. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്നത് HOCL ആണ്, കൊച്ചിയിലാണ്, അമ്പലമുകളിലാണ്. അപ്പൊ 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്തൊരു ക്വസ്റ്റ്യൻ, 42. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത്? ശരിയായ പട്ടികയാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നിട്ടുള്ളത് ചാലക്കുടി പുഴയിൽ ഏതുണ്ട് എന്നാണ് പറയുന്നത്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാ പറയുന്നത്. നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലം തന്നെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേര്യമംഗലം എന്ന് പറയുന്നത് പെരിയാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ചോദിക്കാറുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് പെരിയാർ കിടക്കുന്നത് നേര്യമംഗലത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് എന്തിലല്ല? ചാലക്കുടി പുഴയിലല്ല, പെരിയാറിലാണ് നേര്യമംഗലം പദ്ധതി വരുന്നത്. പനയൻകുട്ടി പവർ ഹൗസ് ഒക്കെ നേര്യമംഗലവുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ചാലക്കുടി പുഴ എന്ന് പറയുന്നത് തെറ്റാണ്. പെരിങ്ങൽകുത്ത് പ്രോജക്റ്റുകളിൽ ഷോളയാർ പ്രോജക്റ്റുകളൊക്കെ എന്താണ്? ചാലക്കുടി പുഴയിൽ കിടക്കുന്നതാണ്. എന്നാൽ നേര്യമംഗലം എന്ന് പറയുന്നത് പെരിയാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് മഞ്ഞ നദി എന്നൊക്കെ അറിയപ്പെടുന്ന കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയിൽ എന്തുണ്ട്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിപ്പുഴയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇനി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, നമ്മുടെ ഇടുക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ കേരളത്തിലെ ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി എന്ന് പറയുന്നത്. ശബരിഗിരി ഏത് നദിയുമായി ബന്ധപ്പെട്ടിട്ടാണ്? പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പവർ പ്രോജക്റ്റ് ആണ് ശബരിഗിരി എന്ന് പറയുന്നത്. അപ്പൊ അവസാനം തന്നിട്ടുള്ള രണ്ട് പേര്, 2ഉം 3ഉം, കുറ്റ്യാടിയും ശബരിഗിരിയും കറക്റ്റ് ആണ്. എന്നാൽ നേര്യമംഗലം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. സോ ആൻസർ ആയിട്ട് വരിക 2ഉം 3ഉമാണ്. 2ഉം 3ഉം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. 42ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ. ഇനി അടുത്ത ചോദ്യം 43. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഏതാണ് ശരിയായിട്ടുള്ള ജോഡി? ആദ്യം തന്നിട്ടുള്ളത് തുഞ്ചൻ സ്മാരകമാണ്. തുഞ്ചൻ സ്മാരകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. തുഞ്ചൻ സ്മാരകം എന്ന് പറയുന്നത് 1964 സ്ഥാപിതമായിട്ടുള്ളതാണ്. 1964 തുഞ്ചൻ സ്മാരക ട്രസ്റ്റും അതിന്റെ ഗവേഷണ കേന്ദ്രവും ഒക്കെ ഉണ്ട്. 2008 ആയ സമയത്തേക്ക് നമുക്ക് അവിടെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ഒരു സാഹിത്യ മ്യൂസിയം പോലും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ തുഞ്ചൻ സ്മാരകം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലുമാണ്. ഇവിടെ തന്ന പോലെ തന്നെ എവിടെ തന്നെയാണ്? തിരൂരുമാണ്. ഇത് രണ്ടും ശരിയാണ്. തിരൂരാണ് തുഞ്ചൻ സ്മാരകം എന്ന് പറയുന്നത്, തിരൂരാണ്. 64 കൃത്യമായിട്ട് അവിടെ എന്ത് വന്നിട്ടുള്ളത്? ഒരു സ്മാരകം ആദ്യമായിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത് കുഞ്ചൻ സ്മാരകമാണ്. കുഞ്ചൻ നമ്പ്യാറുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് കിള്ളിക്കുറിശി മംഗലം എന്ന് പറയുന്ന ജന്മനാടാണ്. അപ്പൊ അവിടെയാണ് എന്ത് വന്നിട്ടുള്ളത്? കുഞ്ചൻ സ്മാരകം വന്നിട്ടുള്ളത്. 1975 കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അല്ലെങ്കിൽ കിള്ളിക്കുറിശി മംഗലവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രദേശം ഒരു ദേശീയ സ്മാരകമായിട്ട് വരുന്ന 1975. സോ ഈ പറഞ്ഞ രണ്ടാമത്തെ ആളും ശരിയാണ്. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് വള്ളത്തോൾ മ്യൂസിയം ആണ്. വള്ളത്തോൾ മ്യൂസിയം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലല്ല. വള്ളത്തോൾ മ്യൂസിയം എന്ന് പറയുന്നത് ചെറുതുരുത്തിയിലാണ്. ചെറുതുരുത്തിയിലാണ് വള്ളത്തോൾ മ്യൂസിയം കിടക്കുന്നത്. സോ മൂന്നാമത്തെ ആ ഒരു ജോഡി തെറ്റാണ്. അപ്പൊ ഇവിടെ ശരിയായ ജോഡിയാണ് ചോദിച്ചത്. ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. സോ ആൻസർ എന്ന് പറയുന്നത് 43 ഓപ്ഷൻ സി ആണ് നമ്മുടെ
ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളും പ്രത്യേകതകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കി വെച്ച് പഠിക്കണം. ഇപ്പോൾ പെട്ടെന്ന് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്? ചെറായിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേപോലെ ഉണ്ണായി വാര്യരുടെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിങ്ങാലക്കുട അവരുടെ സ്മാരകം കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട അവരുടെ ജന്മദേശങ്ങൾ, ജന്മസ്ഥലങ്ങൾ, സമാധിയായ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ അവരുടെ സ്മാരകങ്ങൾ, ഇതെല്ലാം തന്നെ ചെക്ക് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. സോ 43ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ചോദ്യത്തിന് മുമ്പായിട്ട് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പറഞ്ഞ സമയം നമ്മൾ കിള്ളിക്കുറിശി മംഗലം പറഞ്ഞു. അതേപോലെ തന്നെയുള്ള ഒരു സ്മാരകമാണ് ഇവിടെ കാണുന്ന അമ്പലപ്പുഴ. അമ്പലപ്പുഴ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? കുഞ്ചൻ നമ്പ്യാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയും എന്താണ് ഒരു സ്മാരകം നിലവിൽ വന്നിട്ടുണ്ട്. 1967 കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എവിടെ വന്നിട്ടുള്ളത്? അമ്പലപ്പുഴയിൽ വന്നിട്ടുള്ളത്. അതുകൂടി ഓർത്തിരിക്കുക, കിള്ളിക്കുറിശി മംഗലവും അമ്പലപ്പുഴയും. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവ സ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. ആദ്യമായിട്ട് പറയുന്നത് പമ്പാ നദിയെ കുറിച്ചാണ്. പമ്പാ നദി എന്ന് പറയുന്നത് പുളിച്ചിമല എന്ന് പറയുന്നത് നമ്മൾ പ്രസിദ്ധമാണ്, സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. പമ്പാ നദിയുടെ ഉത്ഭവം എവിടെയാണ്? പുളിച്ചിമലയിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. എവിടെയാണ് അവസാനിക്കുന്നത്? വേമ്പനാട്ട് കായലാണ് അവസാനിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള പത്തനംതിട്ട പോലുള്ള പ്രദേശങ്ങളും ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലൂടെയൊക്കെ പോയതിനു ശേഷമാണ് ഇത് വേമ്പനാട്ട് കായലിൽ പോയിട്ട് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളായിട്ട് കൊടുത്തിട്ടുള്ളത് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയുടെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാണ്? ആനമലയിൽ നിന്ന് തന്നെയാണ്. ആനമലയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ പോലുള്ള ജില്ലകളിലൂടെ സഞ്ചരിച്ച് പെരിയാറിന്റെ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് കൂടിച്ചേരുന്ന ഒരു നദിയാണ് ചാലക്കുടി പുഴ. അപ്പൊ ഈ രണ്ടാളുകളും കറക്റ്റ് ജോഡിയാണ്. ഇനി മൂന്നാമതായിട്ട് കൊടുത്തുള്ള അച്ഛൻ കോവിലാറാണ്. അച്ഛൻ കോവിലാർ എന്ന് പറയുന്നത് പമ്പാ നദിയുടെ ഒരു പോഷക നദിയാണ്. പമ്പാ നദിയുടെ പോഷക നദിയാണ് അച്ഛൻ കോവിലാറ്. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാണ്? അച്ഛൻ കോവിൽ ഹിൽസ് ആണ്. പത്തനംതിട്ട മേഖലയിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇവിടെ ശരിയായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചതെങ്കിൽ ഉത്തരം ഏതാണ്? 1ഉം 2ഉമാണ് ഉത്തരം വരേണ്ടത്. സോ ആൻസർ 45ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. അപ്പൊ എല്ലാ നദികളും, കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള എല്ലാ നദികളും അവയുടെ ലെങ്ത്, അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, സഞ്ചരിക്കുന്ന സമയത്ത് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യം 46. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടക. 6 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ 6 സംസ്ഥാനങ്ങളിൽ കിടക്കുന്നതാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആരാണ് ഇവിടെ ഇല്ലാത്തത്? ഗോവയിലും കർണാടകത്തിലും പശ്ചിമഘട്ട മലനിരകളുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആന്ധ്രാപ്രദേശിൽ നമുക്ക് ഇതിന്റെ സാന്നിധ്യം ഇല്ല. അപ്പൊ ഇവിടെ ഗോവയും കർണാടകയും ശരിയായിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. 2ഉം 3ഉം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏത് സെലക്ട് ചെയ്യാം? 46ന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഓപ്ഷൻ സി സെലക്ട് ചെയ്യാം, ഗോവ ആൻഡ് കർണാടക. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാം തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. സംസ്ഥാനങ്ങൾ ഏതൊക്കെ വരുന്നുണ്ട്? ഗുജറാത്ത്, അത് കഴിഞ്ഞാൽ നമുക്ക് മഹാരാഷ്ട്ര, ഗോവ, പിന്നെ കേരള, തമിഴ്നാടു, കർണാടക. കർണാടക, തമിഴ്നാടു, കേരള. ഇങ്ങനെ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നത്. അപ്പൊ അതെല്ലാം അതുമായി ബന്ധപ്പെട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ടും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയും ഒക്കെ തന്നെ നമുക്ക് എന്തുണ്ട്? പഠന വിഷയങ്ങളാണ്. എല്ലാം തന്നെ പരിശോധിച്ച് പോകണം. എക്കോ സെൻസിറ്റീവ് സോണുകൾ എന്താണെന്നും അതിന്റെ ഓരോ റിപ്പോർട്ടിലും പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഡയറക്ഷൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്ഷൻ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.